ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 21. ഇന്നത്തെ ഒരു സ്കാൽപ്പിംഗ് ആണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ ഈ ഒരു ചെറിയ റേഞ്ചിന് മുകളിലാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴേക്ക് പോയി, ഈ റേഞ്ചിനുള്ളിൽ പോയി, പക്ഷേ ഒരു വി ഷേപ്പ് റിക്കവറി പോലെ അത് മുകളിലേക്ക് തന്നെ പോയി. പക്ഷേ ഇവിടെ എൻ്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഒരു എൻട്രി ഒന്നും ഇവിടെ എനിക്ക് പ്രോപ്പറായി കിട്ടിയില്ല. അപ്പം എനിക്ക് ഈ ഒരു വലിയൊരു ലോങ് മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഒരു സെറ്റപ്പ് വന്നത് എന്ന് പറയുന്നത് ഈ 20-ൽ സപ്പോർട്ട് എടുത്തപ്പോൾ, അതായത് 10-2 ക്യാൻഡിൽ ഈ 20-ൽ കറക്റ്റായിട്ടാണ് സപ്പോർട്ട് എടുത്തത്. അപ്പോൾ 20-ൽ സപ്പോർട്ട് എടുത്ത് 10-3 ക്യാൻഡിലിൽ എൻ്റെ ഒരു എൻട്രി സെറ്റപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഈ 10-3 എൻ്റെ ഫസ്റ്റ് എൻട്രി വരുന്നത്. അത് ഞാനൊരു 1:2 എന്നുള്ള ഒരു റിസ്ക് റിവാർഡിൽ വെച്ച് ഞാൻ എക്സിറ്റായി. പക്ഷേ ഈ കേസിൽ ആ ഒരു പോയിന്റിൽ തന്നെ അത് റിവേഴ്സ് ആകുന്നുണ്ട്. പക്ഷെ എൻ്റെ കറക്റ്റ് 1:2 എന്നുള്ള ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് 1-2 പേര് ഒരു എൻട്രി ഞാൻ എടുക്കുന്നതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ്. എൻ്റെ എൻട്രിയിൽ ഞാൻ ബേസിക്കായിട്ട് ഞാൻ നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഞാൻ എൻട്രി ഇപ്പോൾ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ SL എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം 1 മിനിറ്റിലൊക്കെ നമുക്ക് ഒരുപാട് എൻട്രീസ് കിട്ടും. അപ്പോൾ നമുക്ക് SL ഒരുപാട് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി പോകും. അപ്പം അതിനൊരു സപ്പോർട്ടായിട്ടാണ് ഞാൻ ബേസിക്കലി 9-ഉം 20-യും യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഞാനിപ്പോൾ ഒരു എൻട്രി എടുക്കുന്നത്, ഇപ്പം എന്നോട് ആരും ചോദിച്ചു 9-ലാണോ എൻട്രി എടുക്കുന്നത്, 20-ലാണോ എൻട്രി എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമാണിത്. 9-ഉം 20-യും മാത്രം വെച്ചിട്ടല്ല ഞാൻ എൻട്രി എടുക്കുന്നത്. പ്രൈസ് ആക്ഷനാണ് ബേസായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ടൊരു എൻട്രി സെറ്റപ്പ്, അല്ലെങ്കിൽ എനിക്ക് SL കൊടുക്കാനുള്ള ഒരു കറക്റ്റ് പോയിൻറ്റും കൂടി നോക്കിയിട്ടാണ് ഞാൻ 9-ൽ അല്ലെങ്കിൽ 20-ൽ ഞാൻ എൻട്രി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് SL എവിടെ എന്നുള്ളത് എനിക്ക് കയറുമ്പോൾ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് എനിക്ക് കയറാൻ പറ്റും. അപ്പോൾ അതല്ല പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ഞാനൊരു സ്വിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അതാ ശരിക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ സ്കാൽപ്പിങ്ങിൽ വരുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലും കൂടി നോക്കുന്നത്. അപ്പം 9-ഉം 20-യും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 1 മിനിറ്റിൽ നമുക്ക് ഒരുപാട് എൻട്രീസ് വരും. അപ്പം ഇപ്പം ഒരു ചെറിയൊരു റേഞ്ചിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ എൻട്രീസും ഈ 20-ൽ സപ്പോർട്ട് എടുക്കുന്നതും 9-ൽ സപ്പോർട്ട് എടുക്കുന്നതും പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഒക്കെ ഏകദേശമൊക്കെ നമുക്ക് എൻട്രീസൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അങ്ങനെയുള്ള എൻട്രീസിൽ നമ്മൾ കയറുകയാണെങ്കിൽ കൂടുതലും SL അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20-30 പോയിൻറ്റ്സ് നമ്മുടെ സ്പോട്ടിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഓപ്ഷനിൽ അത്രയൊരു മൂവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള നാരോ റേഞ്ചുകളൊക്കെ ആണെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഷോർട്ട് ചെയ്യുകയാണ്, നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 30 പോയിന്റ് അല്ലെങ്കിൽ 35 പോയിൻറ്റ്സ് താഴെയായിട്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എൻട്രീസും ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു ഇനഫ് സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇനഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഓപ്ഷൻ ചാർട്ടിൽ നമുക്ക് നല്ലൊരു മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. വലിയ ട്രേഡറൊന്നുമല്ല, ഞാൻ കുറച്ച് കാലം കൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. ആ സെറ്റപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം ഇതിൻ്റെ ഒരു ട്രേഡിങ് ജേണിയാണ്. അപ്പം ഇതിൽ എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ വരാം. അപ്പം അതൊക്കെ ഇനി അടുത്ത തവണ എനിക്ക് കറക്റ്റ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് എൻട്രി വരുന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ 1 മിനിറ്റിൽ തന്നെ 11-9 എൻ്റെ എൻട്രി ക്യാൻഡിൽ വന്നത്. പിന്നെ 11-9 എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ 11-3 എന്ന് പറയുന്ന ക്യാൻഡിൽ 10-12 ആ ഒരു
സിങ് വരെ പോയി നമുക്ക് കിട്ടുന്നൊരു പുൾ ബാക്ക് കിട്ടി. നമുക്കൊരു ബുള്ളിഷ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഈ 11.9 ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ എൻട്രി എടുത്തപ്പം ഞാൻ 9 സപ്പോർട്ടായിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് 20 വരെ ഞാൻ SL കൊടുക്കാൻ കണക്കാക്കിയിട്ടാണ് കയറിയത്. പക്ഷേ മാർക്കറ്റ് ഒരു സ്പൈക്ക് 9 ആ എൻട്രി ക്യാൻഡിൽ തന്നെ നല്ലൊരു സ്പൈക്ക് പോയി. പക്ഷേ സഡനായിട്ട് താഴേക്ക് വന്നു. 20 വന്നിട്ട് ഇപ്പം 11-14 ക്യാൻഡിൽ 20 വന്ന് സപ്പോർട്ട് എടുത്തിട്ടും 11-17 ആയപ്പം വീണ്ടും അത് തിരിച്ച് 18 ആയപ്പോഴത്തേക്കും 20 താഴെ ക്ലോസ് വന്നു. അപ്പം 20 താഴെ ക്ലോസ് വന്ന് ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ എക്സിറ്റ് ആയി. കറക്റ്റ് എനിക്ക് ക്ലോസ് വന്നത് 11.19 ആണ്. 11.19 താഴേക്ക് ക്യാൻഡിൽ പോകുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ എക്സിറ്റായി. അപ്പം ഇതെനിക്ക് SL ഹിറ്റായ ഒരു എൻട്രി ആയിരുന്നു, സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. എൻ്റെ മൂന്നാമത്തെ എൻട്രി വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റേഞ്ചിന് മുകളിലാണ് അല്ലെങ്കിൽ റേഞ്ചിന് താഴെ റേഞ്ച് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു 11.53 ഒക്കെ ആ ഒരു സമയത്ത് ആ ഒരു സിങ് ഫോം ആവുന്നത് ഈ എല്ലാ സിങ്ങുകളുടെയും മുകളിലാണ്, അല്ലെങ്കിൽ ഈ എല്ലാ റേഞ്ചിന് മുകളിലായിട്ടാണ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ടാണ് അവിടെ ഒരു സിങ് ഫോം ആവുന്നത്. അപ്പം ഞാൻ ഈ 11 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 20 വരെ വെയിറ്റ് ചെയ്യാം ശരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു പുൾ ബാക്കാണ്. അതുപോലെ തന്നെ ഇത് റേഞ്ചിന് പുറത്ത് എത്തിയതിന് ശേഷം കിട്ടുന്ന ഒരു എൻട്രിയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ 11.54 ക്ലോസ് ചെയ്ത് 54 കട്ട് ചെയ്യുമ്പോൾ 55 തന്നെ 12.55 തന്നെ എൻ്റെ എൻട്രി വന്നു. അത് 1:2 ആണ് ഞാൻ വെച്ചത്. പക്ഷെ 1:2 പോയില്ല, ഏകദേശം ഒരു 1:1.5 ഒക്കെ പോയി. പക്ഷേ ഞാൻ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും അത് 20 വന്ന് സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ അവിടുന്ന് നല്ലൊരു മൂവ് കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 20 വന്നില്ല. വീണ്ടും ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ട്രൈ ചെയ്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും, അതായത് 112, അപ്പം ആദ്യം ആക്ച്വലി ഇത് മുകളിൽ പോയി പക്ഷേ ഒരു എൻഗൾഫ് ചെയ്ത് 1.6 ക്യാൻഡിൽ വന്നു. പക്ഷേ 1.6 ഒരു ക്യാൻഡിൽ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു 20 സപ്പോർട്ട് എടുക്കുന്നു. പക്ഷേ 1.7 ഒരു സപ്പോർട്ട് എടുത്ത് പോയി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ 1.9 ക്യാൻഡിൽ 1.10 ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും അവിടെ മുകളിലൊരു പാറ്റേൺ ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു സ്വിങ് ഫോം ചെയ്തപ്പം, ഈ 1.7 സ്വിങ് ഫോം ചെയ്തപ്പോൾ എൻ്റെ SL താഴെ ഉണ്ടായിരുന്ന SL ഇവിടെ ഒരു സ്വിങ് ഫോം ചെയ്തപ്പം ഞാൻ ട്രെയിൽ ചെയ്ത് 1.7 ക്യാൻഡിലിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പം വീണ്ടും മുകളിൽ ഇവിടെ ഒരു പാറ്റേൺ ഫോം ആയി കഴിഞ്ഞപ്പം ഇനി ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ 112 എനിക്ക് എക്സിറ്റ് അടിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ SL ഹിറ്റായി എന്ന് വേണം പറയാൻ. അപ്പം ഇതും ഒരു കോസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, വലിയ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. കോസ്റ്റായിട്ട് ഇതും എനിക്ക് എക്സിറ്റ് ആവേണ്ടി വന്നു. അപ്പം ഇന്നത്തെ ഞാൻ ഫസ്റ്റ് ട്രേഡ് കുഴപ്പമില്ലാണ്ട് കിട്ടി. പക്ഷേ സെക്കൻഡ് ട്രേഡും തേർഡ് ട്രേഡും എനിക്ക് ഇന്ന് SL ഹിറ്റായി.